ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് റിയൽ വേഴ്സസ് റിയൽ ലൈഫാണ്. നമ്മളെല്ലാവരും കെ ഡ്രാമ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ കെ ഡ്രാമ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടാവും, ഇതൊക്കെ സത്യമാണോ, ഇങ്ങനെ തന്നെയാണോ റിയൽ ലൈഫിലെന്ന്. ഞാനിപ്പോൾ കൊറിയയിൽ വന്നിട്ട് 7 months ആയി. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഡിഫറൻസസ് ആൻഡ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ കെ ഡ്രാമ ആൻഡ് കൊറിയൻ റിയൽ ലൈഫാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഈ കെ ഡ്രാമയിൽ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഈ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ഉന്തിത്തള്ളി ഒരു സംഭവം, കുറേ വെയിറ്റുള്ള സംഭവം ഉന്തിത്തള്ളി പോകുന്നത്. ആൻഡ് ദർ വിൽ ബി എ മെയിൻ ക്യാരക്ടർ, വെദർ ഇറ്റ്സ് എ ഗേൾ, അതായത് ഹീറോ ആവാം ഹീറോയിൻ ആവാം, ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓ മൈ ഗോഡ്, സച്ച് എ ലൈ ഇറ്റ് ഈസ്. ഇവിടുത്തെ ആൾക്കാർ ദേ ആർ സോ ബിസി മൈൻഡിങ് ദെയർ ഓൺ ബിസിനസ്. അവരെപ്പോഴും നടക്കുമ്പോൾ ഫോൺ നോക്കിയിട്ടാണ് നടക്കാറ്. നോട്ട് ജസ്റ്റ് ഇൻ ബസ് ഓർ സബ്വേ, നോർമലി നടക്കുമ്പോൾ തന്നെ ഫോൺ നോക്കിയിട്ടാണ് അവർ നടക്കാറ്. ഐ ഡോണ്ട് ഈവൻ തിങ്ക് ഈ പീപ്പിൾ സീ ദീസ് ഓൾഡ് പീപ്പിൾ. അപ്പോൾ യാ, ഇറ്റ്സ് സച്ച് എ ലൈ. ആൻഡ് ഞാൻ പോലും ഇവിടെ വന്ന് ഫോൺ നോക്കി നടക്കുന്ന സ്വഭാവം വന്നിട്ടുണ്ട്. ഐ എം ഇൻഫ്ലുവൻസ്ഡ്. സോ കോൺഷ്യസ്ലി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഹാബിറ്റ് മാറ്റാൻ വേണ്ടിയിട്ട്. ആൻഡ് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവില്ലേ നമുക്ക് ഓട്ടോമാറ്റിക്കലി, അതും എനിക്ക് കുറച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഐ ക്യാൻ ഫീൽ ഇറ്റ്. കാരണം എപ്പോഴെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ തോന്നുമ്പോൾ 100 times ഐ തിങ്ക് അബൌട്ട് ഇറ്റ്. ഹെൽപ്പ് ചെയ്യണോ വേണ്ടേ. സോ ബൈ ദ ടൈം ഐ ടേക്ക് എ ഡിസിഷൻ, സമയം കഴിഞ്ഞിട്ടുണ്ടാവും. സോ യാ, നിങ്ങൾ കെ ഡ്രാമയിൽ കാണുന്ന പോലെയല്ല, നോബഡി കെയർസ് അബൌട്ട് ദം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ കെ ഡ്രാമയിൽ കാണുന്ന ഒരു സംഭവമാണ്, ഒരു ബോയ്ക്ക് ഒരു ഗേളിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദേ ടേക്ക് ലോഡ് ഓഫ് ടൈം ടു പ്രപ്പോസ്, റൈറ്റ്? കുറേ സമയമെടുത്ത് കുറേ ഹെസിറ്റേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് അവർ പ്രപ്പോസ് ചെയ്യുക. പ്രപ്പോസ് അല്ലെങ്കിൽ ഇഷ്ടം പറയുക, ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു താല്പര്യമുണ്ട്, നമുക്ക് സംസാരിച്ചുകൂടെ എന്നൊക്കെ പറയാം. പക്ഷേ കൊറിയയിലുണ്ടല്ലോ, ബോയ്സിന്, ഞാൻ ഗേൾസ് ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല, ബോയ്സ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ബോയ്സിന് സപ്പോസ് ഒരു പെങ്കൊച്ചിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പം, ഇഫ് ദേ ലൈക്ക് എ ഗേൾ, ദേ ഗോ ആൻഡ് ആസ്ക് കക്കാവോ ടോക്ക് ഐ ഡി. കക്കാവോ എന്ന് പറഞ്ഞത് ഇവിടെ നമ്മളുടെ വാട്സാപ്പിനെ പോലെയുള്ള ഒരു ആപ്പാണ്. സോ കക്കാവോ ഐ ഡി ചോദിക്കും, ഫോൺ നമ്പർ ചോദിക്കും. ഇറ്റ്സ് വെരി കോമൺ. ദേ അപ്രോച്ച് ഡയറക്ട്ലി. ഇതിനിപ്പം ഫോറിനേഴ്സിൻ്റെ അടുത്ത് മാത്രമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരു തവണ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഹാൻഡ് റിവറിലോട്ട് പോവായിരുന്നു ടു സീ ദ ഡ്രോൺ ഷോ, ഓക്കെ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ, എൻ്റെ ഫ്രണ്ട് ഈസ് വെരി പ്രിറ്റി, ഓക്കെ, ഷീ ഈസ് എ ബ്രസീലിയൻ, ഷീ ഈസ് വെരി പ്രിറ്റി. അപ്പോൾ ഈ പുള്ളിക്കാരൻ വാസ് സിറ്റിംഗ് ഓപ്പോസ് ടു അസ്. നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങി നമ്മൾ അങ്ങോട്ട് പോയി, എവിടെ, ഹാൻഡ് റിവറിൻ്റെ അവിടെ പോയി. ആൻഡ് ഇറ്റ്സ് ഫുൾ ഓഫ് പീപ്പിൾ, ഓക്കെ. കാരണം ഡ്രോൺ ഷോ കാണാൻ വന്ന കുറേ ആൾക്കാരുണ്ട്. ആഫ്റ്റർ ഒരു 15 minutes ഉണ്ടല്ലോ, നമ്മളവിടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ കാണാനിരിക്കുകയാണ്. ഒരു 15 minutes കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ, നമ്മുടെ ഓപ്പോസിറ്റ് ഇരുന്ന പുള്ളിക്കാരൻ, ട്രെയിനിൽ ഓപ്പോസിറ്റ് ഇരുന്ന പുള്ളിക്കാരൻ വന്നിട്ട് അപ്രോച്ച്ഡ് ഹർ ആൻഡ് സെഡ്, "Can I have your Kakao Talk ID and phone number?" And she was like, അത്രയും ആൾക്കാരുണ്ട്. He was following us. Of course, not as a creepy way. We didn't see him following us. പക്ഷെ നമ്മളെ കണ്ടുപിടിച്ചിട്ട്, he asked number. That is how it is. പിന്നെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്, അവള് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ, അവൾ വരുമ്പം ഒരു 3 ചെക്കന്മാർ വന്നിട്ട് അവളുടെ കക്കാവോ ഐ ഡി ചോദിച്ചു, അല്ലെങ്കിൽ ഫോൺ നമ്പർ ചോദിച്ചു എന്ന്. എൻ്റെ അടുത്ത് ആരും ചോദിച്ചിട്ടില്ല. ഐ ഡോണ്ട് നോ വൈ. ആം ഐ നോട്ട് പ്രിറ്റി? എനിവേ, അങ്ങനെ നടക്കാറുണ്ട്. ദേ ഓപ്പൺലി അപ്രോച്ച് പീപ്പിൾ ഇഫ് ദേ ലൈക്ക് ദം. നോട്ട് ഇൻ എ ക്രീപ്പി വേ. ഞാൻ ഇതുവരെ ക്രീപ്പി വേ കേട്ടിട്ടില്ല, ബട്ട് യെസ്, ദിസ് ഇസ് ട്രൂ. നെക്സ്റ്റ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ആണ്. നമ്മൾ കെ ഡ്രാമയിൽ ഈ ഡ്രിങ്കിങ് കൾച്ചർ കുറേ കണ്ടിട്ടുണ്ടാവും. സ്മോക്കിംഗ് കാണാറുണ്ട്, ബട്ട് ഡ്രിങ്കിങ്ങിൻ്റെ അത്ര കാണാറില്ല എന്ന് തോന്നുന്നു. സത്യം പറയാലോ, ഡ്രിങ്കിങ് ഓർ സ്മോക്കിംഗ്, ഇറ്റ്സ് സോ കോമൺ ഹിയർ. കെ ഡ്രാമയിൽ കാണുന്നത് പോലെ തന്നെയാണ്, ഓർ അതിലും കൂടുതലായിരിക്കും റിയൽ ലൈഫിൽ. അതും ഈ ചെറിയ പിള്ളേരൊക്കെ സ്മോക്കിംഗ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ട്സ് പരസ്പരം ലൈറ്ററൊക്കെ വെച്ചിട്ട് സ്മോക്ക് ചെയ്യാൻ സഹായിക്കുന്നത് ഞാൻ കാണാറുണ്ട്. സോ ഇറ്റ്സ് വെരി കോമൺ ഹിയർ. സ്മോക്കിംഗ് ആണെങ്കിലും ഡ്രിങ്കിങ് ആണെങ്കിലും. ഈ കോളേജിലൊക്കെ സ്മോക്കിംഗ് സോൺ ഉണ്ടാവും. അവിടെ പോയിട്ട് സ്റ്റുഡൻസും
പ്രൊഫസേഴ്സും ഒക്കെ ഒരുമിച്ച് സ്മോക്ക് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. ഐ വണ്ടർ വൈ. സോ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ഇവിടെ ഡ്രിങ്കിങ് ആൻഡ് സ്മോക്കിംഗ് വെരി കോമൺ. നെക്സ്റ്റ് നമ്മളുടെ പോയിന്റ് എന്ന് പറയുന്നത് K-ഡ്രാമയിൽ നമ്മൾ കാണുന്നതാണ് കപ്പിൾസ് ഹോൾഡിങ് ഹാൻഡ്സ് അല്ലെങ്കിൽ കിസ്സിങ് ഇൻ പബ്ലിക് ആൻഡ് ഓൾ. അത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കൊറിയയിൽ റിയൽ ലൈഫിലും. കപ്പിൾസ് സബ്വേയിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ദേ സ്റ്റിക്ക് ടു ഈച്ച് അതർ, ഹോൾഡിങ് ഹാൻഡ്സ്. ചിലപ്പോൾ വൺസ് ഐ സോ ഒരു ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ട് വാസ് സോ ടയേർഡ്, ഐ ഗെസ് ഷീ വാണ്ടഡ് ടു സ്ലീപ്പ്. സോ ഹി വാസ് ലൈക്ക് ബോയ് ഹോൾഡിങ് അവൻ്റെ കൈ ഇങ്ങനെ വെച്ചു കൊടുത്തപ്പോൾ ഷീ വാസ് സ്ലീപ്പിംഗ് ലൈക്ക് ദിസ്. ഇറ്റ് വാസ് സോ ക്യൂട്ട്. ബായ് പറയുമ്പോൾ ദേ ഹഗ് ഈച്ച് അതർ, ബോയ് 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 ബോയ്, ലൈക്ക് സോ ക്യൂട്ട് ആൻഡ് ഓൾ. പിന്നെ ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലും വി ഡോണ്ട് ഫീൽ അൺകംഫർട്ടബിൾ. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, കൊറിയക്കാർ ഭയങ്കര ജെൻറ്റിലാണ് വെൻ ദേ കം ടു റിലേഷൻഷിപ്പ്. ഇഫ് ഇറ്റ് ഈസ് എ വെരി വെരി നൈസ് റിലേഷൻഷിപ്പ്, ദേ ആർ വെരി ജെൻറ്റിൽ ടു ഈച്ച് അതർ. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ K-ഡ്രാമ ഇഷ്ടപ്പെടുന്നതും ഈ ഒരു ജെൻറ്റിൽനെസ് കാണുന്നതുകൊണ്ടായിരിക്കണം. ബിക്കോസ് ദാറ്റ്സ് ദ റീസൺ ഐ ലൈക്ക് ഇറ്റ്. സോ യാ, റിലേഷൻഷിപ്പ്, നല്ലൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കൊറിയയിൽ കാണുന്നത്. ആൻഡ് ഐ ഫീൽ റിയലി ഹാപ്പി ടു സീ ക്യൂട്ട് കപ്പിൾസ്. ഐ ഡോണ്ട് ഫീൽ ജലസ് അറ്റ് ഓൾ. നെക്സ്റ്റ് നമ്മളുടെ പോയിന്റ് എന്ന് പറയുന്നത് ഈ K-ഡ്രാമയിൽ മെയിൻലി മെയിൻ ക്യാരക്ടേഴ്സ് ആണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുക. മെയിൻ ക്യാരക്ടേഴ്സ് നെയ്ബേഴ്സൊക്കെ ആയിട്ട് ഭയങ്കര ചെയർഫുള്ളായിട്ട് സംസാരിക്കുന്നത്, ഗെറ്റിംഗ് അലോങ് വെരി വെൽ. സച്ച് എ ലൈ. കാരണം ഐ ഡോണ്ട് ഈവൻ നോ ഹൂ ലിവ്സ് നെക്സ്റ്റ് ടു മീ, റൈറ്റ്? സോ തിങ്ക് അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ്സ് ട്രൂ വെൻ ഇറ്റ് കംസ് ടു സിറ്റി ലൈഫ്. മേ ബി വില്ലേജിലൊക്കെ പോകുമ്പം അടുത്തടുത്തുള്ള ആൾക്കാർക്ക് നല്ല പരിചയം ഉണ്ടാവുമായിരിക്കും, നല്ലോണം സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. ബട്ട് ഇൻ സിറ്റീസ് ലൈക്ക് സോൾ ആൻഡ് ഓൾ, they don't mind each other, okay? They just live their own life. പക്ഷേ എൻ്റെ ടീച്ചർ പറഞ്ഞു അപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും അവർ പുതിയതായിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് മൂവ് ഒക്കെ ചെയ്യുമ്പോൾ ടു ഗെറ്റ് അലോങ് വെരി വെൽ അവരിങ്ങനെ റൈസ് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടെന്നൊക്കെ പറയുന്നു. മേ ബി, ഐ ഡോണ്ട് നോ. ബട്ട് ഇതുവരെ എനിക്കുണ്ടായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് ഐ ഡോണ്ട് തിങ്ക് ഇങ്ങനെ ഭയങ്കര ചെയർഫുള്ളായിട്ട് നെയ്ബേഴ്സൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് കൊറിയക്കാരെന്ന്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡ്രിങ്കിങ് കോഫിയാണ്. കൊറിയക്കാർക്ക് കോഫി എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു കോഫിയിലാണ് അവർ ജീവിക്കുന്നതെന്ന് തോന്നും. അത്രയ്ക്കും കോഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇതൊരു ട്രെൻഡാണെന്ന് തോന്നുന്നു എനിക്ക് കാണുമ്പോൾ. പുറത്ത് -20 ആണ് ടെമ്പറേച്ചർ എന്നാണെങ്കിലും ഐസ്ഡ് അമേരിക്കാനോ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഇവർ. എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാത്രം, ബാക്കിയുള്ള എല്ലാ പിള്ളേരും വരുമ്പം ഒരു കോഫി കപ്പും കൊണ്ടാണ് വരുന്നത്. കമ്പോസ് കോഫി, മെഗാ കോഫി, സ്റ്റാർബക്സ്, അങ്ങനെ പലതരം കോഫികളുണ്ട്. ഇതൊന്നും ഞാൻ കുടിച്ചിട്ട് പഠിച്ച പേരുകളല്ല, ഇവരിങ്ങനെ കൊണ്ടു നടക്കുന്നത് കണ്ടിട്ട് ബൈ ഹാർട്ടായതാണ് എനിക്ക്. സോ യാ, ഒരു ദിവസം മേ ബി ഒരു 3-4 കോഫിയൊക്കെ കുടിക്കുന്ന ആൾക്കാരുണ്ടാവണം. അതും ഐസ്ഡ് അമേരിക്കാനോയിൽ ദേ ഡോണ്ട് ഈവൻ ആഡ് ഷുഗർ. സോ കോഫി കുടിക്കുന്നത് ഇസ് വെരി കോമൺ ഹിയർ. അത് നിങ്ങൾ K-ഡ്രാമയിൽ കാണുന്ന അതേപോലെ തന്നെയാണ്. നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓവർ വർക്കാണ്. അത് നിങ്ങൾ K-ഡ്രാമയിൽ കാണുന്ന പോലെയാണ്, ഓർ മേ ബി മോർ ദാൻ ദാറ്റ്. ഇവിടുത്തെ ആൾക്കാർ ഓഫീസിൽ പോകുന്നു, അവിടെ വർക്ക് ചെയ്യുന്നു, ചിലപ്പം അവിടെ നിന്ന് തന്നെ കിടന്നുറങ്ങുന്നു, രാവിലെ മറ്റേ സോണയിൽ പോയിട്ട് കുളിച്ചിട്ട് തിരിച്ചു വരുന്നു, ഓഫീസിൽ പോകുന്നു. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്, അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ചില ആൾക്കാരുണ്ടല്ലോ വർക്ക് ഇല്ലെങ്കിലും ദേ ജസ്റ്റ് ഓവർ വർക്ക്, ലൈക്ക് സ്റ്റേ ഇൻ ഓഫീസ് ജസ്റ്റ് ടു ഷോ ഓഫ്. ഐ ഡോണ്ട് നോ വൈ. പാഗൽ സാറാംതിൽ. കൊറിയക്കാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കാരണം ഞാൻ കേട്ടിട്ടുള്ളത്, പണ്ട് കൊറിയ എന്ന് പറഞ്ഞത് ഭയങ്കര പുവർ കൺട്രി ആയിരുന്നു. സോ ദേ വർക്ക്ഡ് റിയലി റിയലി ഹാർഡ് ടു റീച്ച് വെയർ ദേ ആർ നൗ. അത് കാരണം അതൊരു ഹാബിറ്റായി മാറി എന്നാണ് അവർ പറയുന്നത്, ഇങ്ങനെ വർക്കിംഗ് ഹാർഡ് എന്ന് പറയുന്നത്. എൻ്റെ ഫ്രണ്ട് വാസ് വെരി ബിസി വിത്ത് വർക്ക്, ഓക്കെ? അപ്പോൾ അവളുടെ ഓണർ ഉണ്ടാവുമല്ലോ, ഷീസ് എ ഹാർമോണി. ഈ ഹാർമോണീൻ്റെ അടുത്ത് ബിസി ആയതുകൊണ്ടാണ് വരാൻ പറ്റാത്തതെന്ന് പറഞ്ഞപ്പം ഹാർമോണി പറഞ്ഞു, ഇൽത്തേമെ പപ്പുങ്കോൻ ചൂങ്കോയാ, ബിസി ഡ്യൂ ടു വർക്ക് ഇസ് ഗുഡ്,
യാ അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ. നെക്സ്റ്റ് പോയിന്റ്, കെ ഡ്രാമയിൽ നിങ്ങൾ കുറേ കണ്ടിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഫാമിലിയൊക്കെ ക്യാമ്പിംഗ് സൈറ്റിൽ പോയിട്ട് ടെൻ്റൊക്കെ കെട്ടി ക്യാമ്പ് ചെയ്യുന്നത്, അവർ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ പാർക്കിൽ പോയിട്ട് ഇങ്ങനെ തുണി വിരിച്ചിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അതിവിടെ ഭയങ്കര കോമൺ ആണ്. ഈ പാർക്കിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫാമിലി അല്ലെങ്കിൽ കപ്പിൾസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ടുഗെദർ തുണിയൊക്കെ വിരിച്ചിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്, അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചിട്ട് ഒരുമിച്ച് കഴിക്കുന്നതൊക്കെ ദാറ്റ്സ് വെരി കോമൺ. ഹാൻഡ് റിവറിൻ്റെ അവിടെയൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് അത്. ആൻഡ് ഐ റിയലി ഫീൽ ഹാപ്പി സീയിങ് ദാറ്റ്. അങ്ങനെയൊക്കെ അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കാണുമ്പോൾ. ഞാനും പോയിട്ടുണ്ട് ഒരിക്കൽ ഈ പുറത്ത് ഔട്ട്ഡോർ മൂവി കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. സമ്മറിലാണെന്ന് തോന്നുന്നു. ഹാൻഡ് റിവറിൻ്റെ അവിടെ ഭയങ്കര ഔട്ട്ഡോർ മൂവി ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ദ മൂവി ദോ, ബട്ട് ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗിവിങ് ഫ്ലവേഴ്സ് ആണ്. കെ ഡ്രാമയിൽ നിങ്ങൾ മെയിൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഫ്ലവേഴ്സ് കൊടുക്കുന്നത് കുറേ കണ്ടിട്ടുണ്ടാവും. ദാറ്റ് ഈസ് സോ ട്രൂ. ഇവിടുത്തെ ആൾക്കാർ കപ്പിൾസ് ആണെങ്കിലും, കപ്പിൾസ് മെയിൻലി ഓഫ് കോഴ്സ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഫ്ലവേഴ്സ് കൊടുക്കുന്നത് ഭയങ്കര കോമൺ ആണ്. ഞാൻ ഇപ്പോൾ പുറത്ത് പോയാലൊരു 5-6 കപ്പിളെങ്കിലും ഫ്ലവറും കൊണ്ട് നടക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. ആൻഡ് വീട്ടിലോട്ട് ഫ്ലവേഴ്സ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതും ഇവിടെ ഭയങ്കര കോമൺ ആണ്. ആൻഡ് ഐ റിയലി ലവ് അത് കാണുന്നത്, ഫ്ലവേഴ്സ് കൊടുക്കുന്നത് കാണുന്നത്. നമ്മളെ നാട്ടിൽ അതില്ലാന്ന് തോന്നുന്നു. ആൻഡ് ഐ റിയലി വിഷ് നമ്മളെ നാട്ടിലും ഫ്ലവേഴ്സൊക്കെ കൊടുക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കുറേ ഫ്ലവർ ഷോപ്പും കാണാൻ പറ്റും. യാ ഐ റിയലി ലവ് ഇറ്റ്. കേരളയിലും അത് സ്റ്റാർട്ട് ചെയ്താൽ നല്ലതായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇത് കാണുന്ന കപ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങളുടെ ഗേൾ ഫ്രണ്ടോ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ പോകുമ്പം ബൈ എ ഫ്ലവർ ആൻഡ് ഗിവ്. ഓക്കെ, ഇറ്റ്സ് സോ ക്യൂട്ട് ആൻഡ് ഇറ്റ്സ് എ വേ ഓഫ് സേയിങ് ഐ ലവ് യു. ഈസി വേ ഓഫ് സേയിങ് ഐ ലവ് യു. യാ, സോ ഗൈസ് ഗിവ് ഫ്ലവേഴ്സ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രിങ്കിങ് കൾച്ചറിനെ പറ്റി ഓൾറെഡി പറഞ്ഞു. പക്ഷേ ഈ ഡ്രിങ്കിങ് കുറേ ആൾക്കാർ കൂടിച്ചേർന്ന് ഡ്രിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, അവർ മൂത്ത ആൾക്കാർക്ക് ഡ്രിങ്ക് പോർ ചെയ്യുമ്പോൾ they'll be like ഇങ്ങനെ കൈ വെച്ചിട്ടാണ് they'll pour the drink. അതുപോലെ തന്നെ ഈ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ കൂടെ ഈ വലിയ വലിയ സീനിയേഴ്സൊക്കെ ഉണ്ടാവുമ്പോൾ അവർ യങ്സ്റ്റേഴ്സ് ഡ്രിങ്ക് ചെയ്യുമ്പോൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, ഇങ്ങനെ സൈഡിലോട്ട് മാറിയിട്ടാണ് അവർ ഡ്രിങ്ക് ചെയ്യുക. ഇറ്റ്സ് വെരി ആക്ച്വലി അത് ഭയങ്കര ട്രൂ ആണ്. ദാറ്റ് ഈസ് ഹൗ പീപ്പിൾ ഡ്രിങ്ക് ഹിയർ വിത്ത് ദ എൽഡേഴ്സ്. നെക്സ്റ്റ് നമ്മളുടെ പോയിന്റ് എന്ന് പറയുന്നത് ബോയ്സ് ക്യാരിയിങ് ഗേൾസ് ബാഗ്സ് ആണ്. ഇത് മോസ്റ്റ്ലി കാണുന്നത് കപ്പിൾസിൻ്റെ ഇടയിലാണ്. ബോയ് വിൽ ബി ക്യാരിയിങ് ദ ഗേൾസ് ബാഗ് ആൻഡ് ദേ ആർ വെരി കംഫർട്ടബിൾ ക്യാരിയിങ് ഗേൾസ് ബാഗ് ആൻഡ് വാക്കിംഗ്. അവരതങ്ങനെ ഒരു ഷെയിം പോയിന്റ് ആയിട്ട് കാണാറില്ല. ബാഗ് ഈസ് നോട്ട് എ ജെൻഡർ തിങ് ഹിയർ. ബോയ്സ് ക്യാരി ബാഗ്സ്, ഗേൾസ് ക്യാരി ബാഗ്സ്. അതായത് നമ്മളെ നാട്ടിൽ ബോയ്സിനൊരു ടൈപ്പ് ഓഫ് ബാഗ്, ഗേൾസിനൊരു ടൈപ്പ് ഓഫ് ബാഗ്സ് അല്ലേ, അങ്ങനെയല്ല ഇവിടെ. മോസ്റ്റ്ലി ഇറ്റ്സ് വെരി കോമൺ. നല്ല ചിലപ്പോൾ ബോയ്സ് ഗേൾസ് ടൈപ്പ് ഓഫ് ബാഗ്സ് ക്യാരി ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. അതുമാത്രമല്ല ബോയ്സ് ഓൾസോ അവരുടെ ബാഗിൽ ഇങ്ങനെ മറ്റേ പാവകളൊക്കെ ഇല്ലേ നമ്മളുടെ ടോയ്സൊക്കെ കീ ചെയിനായിട്ട് കൊണ്ടു നടക്കുന്നതും വെരി കോമൺ ടു സീ ഹിയർ ആൻഡ് ഐ ഫൈൻഡ് ഇറ്റ് ക്യൂട്ട്. നമ്മളുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫുഡാണ് ഗൈസ്. ഫുഡ് കെ ഡ്രാമയിൽ അവർ കൊറിയൻ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ, എനിക്കിത് കഴിച്ച് നോക്കണം, വാവ് ഇറ്റ്സ് സോ ടേസ്റ്റി, ഇറ്റ് ലുക്ക് സോ ടേസ്റ്റി. ആക്ച്വലി ഐ ഡോണ്ട് നോ, എനിക്കിവിടെ ആദ്യമായിട്ട് വന്നപ്പം മോസ്റ്റ് ഓഫ് ദ ഫുഡും അതിൻ്റെ ടേസ്റ്റും ഇഷ്ടപ്പെട്ടിട്ടില്ല. കിംച്ചി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിട്ടാണ് നിങ്ങൾ വിചാരിക്കുക, പക്ഷെ അതങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് അല്ല, ഗ്രാജ്വലി ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് കിംച്ചിൻ്റെതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില കടയിലുള്ള കിംച്ചി എനിക്ക് ഇഷ്ടപ്പെടാറില്ല, പക്ഷെ ചില കടയിലുള്ള കിംച്ചി എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. അങ്ങനെയൊക്കെയാണ്. ആൻഡ് മോസ്റ്റ്ലി നമ്മുടെ നാട്ടിലെ ഫുഡ് ആയിരിക്കുമല്ലോ നമുക്ക് ഏറ്റവും വലുത്. കൊറിയയിലുള്ള ഫുഡ് എന്ന് പറയുന്നത് ബ്ലാൻഡ് ആയിരിക്കും ചിലതൊക്കെ. പിന്നെ അവരുടെ എല്ലാം സൂപ്പ് ആയിട്ടുള്ള ഫുഡുകളാണ്. നമ്മൾക്ക് ഉള്ള പോലെ റൈസ്, കറി, സൈഡ് ഡിഷസ് അങ്ങനെയല്ല. റൈസ്, പിന്നെ ഒരു സൂപ്പ്, പിന്നെ കുറേ സൈഡ് ഡിഷസ്. സോ അവർ കഴിക്കുന്നത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. റൈസ് മാത്രം കഴിക്കുന്നു, അതിൻ്റെ ശേഷം they'll take the side dishes and eat കിംച്ചി ഈറ്റ്. നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ടല്ലേ കഴിക്കുക, പക്ഷെ അവരങ്ങനെയല്ല. അപ്പോൾ നമ്മൾ
ആ കെ ഡ്രാമയിൽ കണ്ട് നമുക്ക് കഴിക്കാൻ തോന്നുന്നത്ര ഇഷ്ടമൊന്നും ചിലപ്പോൾ നേരിട്ട് കഴിക്കുമ്പം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇറ്റ്സ് എ വാർണിംഗ് ടു യു. ചില ഫുഡൊക്കെ ഇഷ്ടപ്പെടും. എനിക്കിഷ്ടപ്പെട്ട ഫുഡ് തക്കൽബി, കാരണം ഇറ്റ് ഈസ് ലിറ്റിൽ സിമിലർ ടു നമ്മളുടെ ഇന്ത്യൻ ഫുഡ് ടേസ്റ്റ്. പിന്നെ കിംചി ചിഗെ, കാരണം കുറച്ച് എരിവും പുളിയും ഒക്കെ ഉള്ളതായത് കാരണം കിംചി ചിഗെ ഇഷ്ടമാണ്. പിന്നെ ഒന്നെന്ന് പറയുന്നത് സംഗ്യൊപ്സാൽ ഇവർ ഈ പോർക്ക് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഗ്രില്ല് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്നതാണല്ലോ. അപ്പോൾ ഇവരിങ്ങനെ ഉപ്പും മുളകൊന്നും ഇടില്ല ഗ്രില്ല് ചെയ്യുമ്പം, പകരം സോസിൽ മുക്കി കഴിക്കുകയാണ് ചെയ്യാറ്. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ബാഡ് ആക്ച്വലി. ഉപ്പും മുളകും ഇട്ട് നല്ലോണം സീസൺ ചെയ്തിട്ട് പൊരിച്ചിട്ടില്ലെങ്കിലും ജസ്റ്റ് സോസ് കൂട്ടി കഴിക്കുമ്പം തന്നെ ഇറ്റ്സ് ഗുഡ്. പിന്നെ അതുമല്ല, വെളുത്തുള്ളിയൊക്കെ ഇവർ പച്ചയ്ക്ക് കഴിക്കും. ഞാനും കഴിച്ചിട്ടുണ്ട്. പക്ഷേ പച്ചയ്ക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കുന്നതല്ല, മറ്റേ ആ ഒരു ലെറ്റൂസിൽ ഈ ഒരു മീറ്റ് പീസ്, പിന്നെ കുറേ സോസ്, പിന്നെ കുറേ സൈഡ് ഡിഷസ് ഒക്കെ വെച്ച് അതിൻ്റെ കൂടെ പച്ച വെളുത്തുള്ളിയും വെച്ചിട്ട് കഴിക്കാറുണ്ട് ഞാൻ. അപ്പോൾ ചില ഫുഡൊക്കെ ഇഷ്ടപ്പെടും, ചില ഫുഡൊന്നും ഇഷ്ടപ്പെടില്ല. ആൻഡ് കുറച്ച് സമയമെടുക്കും കൊറിയൻ ഫുഡ് ഇഷ്ടപ്പെടാനൊക്കെ. സോ അതാണ് ട്രൂത്ത്. അപ്പോൾ ഗൈസ്, അതാണ് നമ്മളുടെ കെ ഡ്രാമ റിയൽ ലൈഫ് ആൻഡ് കൊറിയൻ റിയൽ ലൈഫ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ ആൻഡ് ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ലെറ്റ് മീ ടെൽ യു, എൻ്റെ ലാസ്റ്റ് വീഡിയോക്ക് താങ്ക് യു സോ മച്ച് ഫോർ ഷോയിങ് ലോഡ് ഓഫ് ലവ്. ബിക്കോസ് ഞാൻ അത് എക്സ്പെക്റ്റ് ചെയ്തില്ല, ഞാൻ സംസാരിക്കുന്നൊരു വീഡിയോയ്ക്ക് അത്രയും വ്യൂസൊക്കെ കിട്ടുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു റീച്ച് കിട്ടില്ലായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് പ്രത്യേകിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ദാറ്റ് ആസ് വെൽ. ഈ വീഡിയോ എങ്ങനെയുണ്ടെന്നും കമൻറ്റ് ചെയ്യുക. ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ. ബൈ ബൈ.